ഹലോ ഹോബി ഹഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കേക്ക് എന്ന് പറയുന്ന ഒരു നട്ടി ബൗൾ കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്യുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സീക്രട്ട് മെസ്സേജ് തീമിലാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഒരു കേക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് സാധാരണ ഇങ്ങനെ മെസ്സേജ് പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം മെസ്സേജ് അതിൻ്റെ കേക്കിനുള്ളിൽ വെച്ചിട്ട് അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഫോണ്ടൻ്റ് ഇത്തിരി തിക്കായിട്ട് തന്നെ പരത്തിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഷുഗർ ബോൾസ് ഉണ്ടല്ലോ, റെഡ് കളർ ഷുഗർ ബോൾസ്, അത് അത്യാവശ്യം തീരെ ചെറുതുമല്ല തീരെ വലുതുമല്ല, ആ ഒരു സൈസിലുള്ള ഷുഗർ ബോൾസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ ഫോണ്ടൻറ്റിലോട്ട് ഇങ്ങനെ 2024 എന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു രീതിയിൽ നമുക്ക് പേരോ വേറെ എന്തെങ്കിലോ ലെറ്റേഴ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ന്യൂ ഇയർ തീം ആയതുകൊണ്ട് 2024 എന്ന് മാത്രമാണ് എഴുതി കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിനുശേഷം ഈ ഷുഗർ ബോൾസ് നമ്മുടെ ഫോണ്ടൻറ്റിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ അത് പറഞ്ഞൊന്നും പോരാതെ അവിടെ തന്നെ അങ്ങ് സെക്യൂറായിട്ട് ഇരുന്നോളും കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഒരു ഫോണ്ടൻ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് കേക്കിൻ്റെ ഷേപ്പിലോട്ട്, അതായത് കേക്കിൻ്റെ ആ ഒരു സൈസിലോട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കേക്കിൻ്റെ ആ പോർഷനിലായിട്ട് നമ്മൾ ഒരു പോർഷനിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫോണ്ടൻ്റ്. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് നമ്മൾ OHP ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതേ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ കുറച്ചൊന്ന് നീളത്തിൽ വെച്ചിട്ട് ബാക്കി കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് ക്രീം വെച്ചതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് കേക്കിനെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് നട്ടി ബബിൾ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബബിൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ നട്ടി ബബിൾ കേക്കിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ ആ മെസ്സേജ് വെച്ച് ആ ഒരു പോർഷൻ വിട്ടതിന് ശേഷം ബാക്കി എല്ലായിടത്തും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ മേലായിട്ട് നമ്മൾ ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ബബിൾസ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ ഇങ്ങനെ ചെറിയ ബബിൾസും കൂടെ വെച്ച് കൊടുക്കട്ടെ, എന്നാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. അത് കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഒരു മെസ്സേജ് വെച്ചിരിക്കുന്ന പോർഷനിൽ ഇങ്ങനെ റെഡ്, ഗ്രീൻ, വൈറ്റ് ആ ഒരു കളേഴ്സ് വെച്ചിട്ട് ഒരു ക്രീം വെച്ചിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് സ്പ്രിങ്കിൾസും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ കേക്കിൽ എഴുതാനായിട്ട് എടുത്ത ഷുഗർ ബോൾസ് ഇല്ലേ, റെഡ് കളർ, അത് തന്നെ വെച്ചിട്ടാണ് ഈ ഒരു മുകളിൽ ഭാഗം നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്ക് ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ലുക്കിൽ തന്നെയാണ് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുള്ളത്. മെസ്സേജ് ഇങ്ങനെയാണ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക കേട്ടോ. പക്ഷേ ഇത് നമ്മൾ കസ്റ്റമറിന് കൊടുക്കാനുള്ള കേക്ക് ആയതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് എടുത്ത് കാണിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ബൈ. വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ.